ഇത് നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യാതെ അങ്ങനെ പ്ലാൻ ചെയ്യാതെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതേപോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറയും. നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഡിസിഷൻ എടുത്താൽ തന്നെ എപ്പോഴും നമുക്ക് ആ ഡിസിഷനെ പറ്റി നമ്മൾ ഡൗട്ട്ഫുൾ ആയിരിക്കും. ഇനി എങ്ങാനും ആ ഡിസിഷൻ തെറ്റായി പോയാൽ നമുക്ക് എപ്പോഴും ആ കുറ്റബോധം ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യമുള്ള വ്യക്തികൾ ആരോഗ്യമുള്ള കുടുംബങ്ങളെയും ആരോഗ്യമുള്ള കുടുംബങ്ങൾ ആരോഗ്യമുള്ള സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ശരീരവും മനസ്സും സമൂഹവും ഒരുപോലെ ആരോഗ്യമുള്ളതാക്കാം. ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ക്യൂർ ഡിസീസസ്, ലെറ്റ്സ് സോൾവ് ദ റിയൽ പ്രോബ്ലംസ് ആൻഡ് റീഡിഫൈൻ ഹെൽത്ത് ടുഗദർ. ആദ്യം ആരോഗ്യം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഐഷ എന്ന് പറഞ്ഞ ഒരാളുടെ അച്ഛനെ ഞാൻ കാണാനുണ്ടായി. അപ്പോൾ അവർ ഒരു 80 വയസ്സിന് മേലെ പ്രായമുള്ള ഒരാളായിരുന്നു. അവർക്ക് ശ്വാസം മുട്ടലും റെസ്പിറേറ്ററി ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നല്ല സിക്കായിരുന്നു. അപ്പോൾ തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് ഞാൻ കണ്ടു. പ്രാഥമികമായി ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ഡോക്ടേഴ്സിന് അവരോട് ചോദിക്കാനുണ്ടായിരുന്നത് ഒരു വെന്റിലേറ്റർ സപ്പോർട്ടിലോട്ട് അച്ഛനെ മാറ്റണോ അതോ കൺസർവേറ്റീവായിട്ട് റൂമിൽ ട്രീറ്റ്മെൻറ്റ് കംഫർട്ട് കെയർ കൊടുത്താൽ മതിയോ എന്നുള്ളതായിരുന്നു. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർക്കും അവരുടെ ഫാമിലിക്കും ഭയങ്കര വലിയൊരു ആശയക്കുഴപ്പമായിരുന്നു. അതുവരെയും എല്ലാത്തിലും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്തായിരിക്കും എന്നുള്ളത് അവരെ ആ ഒരു ഡിസിഷൻ എടുക്കാൻ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതുവരെയും ഈ അച്ഛന് ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യത്തിലും ഡിസിഷൻ എടുക്കാനും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സുഖമില്ലാതായി ഇങ്ങനെ ഇത്രയും വലിയൊരു വെന്റിലേറ്റർ സപ്പോർട്ടിലോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് വെന്റിലേറ്റർ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മരണം വരെ സംഭവിച്ചു കൂടായികയില്ല. ഇത് പലപ്പോഴും ഡോക്ടേഴ്സ് എപ്പോഴും പ്രാക്ടീസിൽ കാണുന്നതാണ്. എസ്പെഷ്യലി നമ്മൾ എൽഡർ പേഷ്യൻസിനെയാണ് അധികവും നോക്കുന്നതെങ്കിൽ സ്ഥിരമായിട്ട് ഇത് സംഭവിക്കാറുണ്ട്. അതിൻ്റെ മേജർ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. ഈവൻ ഇഫ് ഒരു പ്രായം കഴിഞ്ഞാൽ വീഴ്ചകൾ ഉണ്ടാവാനും അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാവാനും അല്ലെങ്കിൽ ഒരു ICU സപ്പോർട്ട് വേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുമുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. എങ്ങനെ അത്രയും ഹൈ റിസ്ക് നിലനിൽക്കെ തന്നെ നമ്മൾ ഇങ്ങനത്തെ കണ്ടീഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ബാഡ് വൈബായിട്ടോ അല്ലെങ്കിൽ അതൊരു ബാഡ് ലക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു മോശം കാര്യമായിട്ടാണ് പറയുന്നത്. ഇത് നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യാതെ അങ്ങനെ പ്ലാൻ ചെയ്യാതെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതേപോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറയും. നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഡിസിഷൻ എടുത്താൽ തന്നെ എപ്പോഴും നമുക്ക് ആ ഡിസിഷനെ പറ്റി നമ്മൾ ഡൗട്ട്ഫുൾ ആയിരിക്കും. ഇനി എങ്ങാനും ആ ഡിസിഷൻ തെറ്റായി പോയാൽ നമുക്ക് എപ്പോഴും ആ കുറ്റബോധം ഉണ്ടാവുകയും ചെയ്യും. അതായത് ഇത് നമ്മളെടുത്ത ഡിസിഷൻ ഈ പേഷ്യൻറ്റിന് കറക്റ്റായിട്ടും അവരുടെ ബോധമുള്ള സമയത്ത് ഇത് തന്നെ ആയിരിക്കുമോ, ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കുമോ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ഡൗട്ട് എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് മുന്നേ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇതേപോലത്തെ സിറ്റുവേഷനിൽ എങ്ങനെ ഡീൽ ചെയ്യുമെന്നുള്ളത് തീരുമാനിക്കുന്നതിനെയാണ് അഡ്വാൻസ്ഡ് കെയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു കെയർ പ്ലാൻ ഉള്ള ഫാമിലീസ് ഡെഫിനറ്റ്ലി അവർ കുറച്ചുകൂടി മനസ്സമാധാനവും അനുഭവിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തുന്നതുകൊണ്ട് അതിനർത്ഥം നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും എന്നുള്ളതല്ല. ആൻഡ് ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനെയൊന്നും ഉണ്ടാകാറുമില്ല. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ സിറ്റുവേഷനിൽ നിങ്ങളെ മറ്റുള്ളവർ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു പ്ലാനാണ് ഇവിടെ അഡ്വാൻസ്ഡ് കെയർ പ്ലാനിങ്ങിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. പാൻഡമിക് COVID-19 എന്ന പാൻഡമിക് നമ്മുടെ ലൈഫ് എത്ര അൺപ്രെഡിക്റ്റബിളും അൺപ്ലാൻഡും ആണ് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് മാത്രമല്ല ബാധകമാകുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഹെൽത്തി ആയിരിക്കാം, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കാം. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അങ്ങനെ ഉണ്ടാവാതെ ഇരിക്കട്ടെ, അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ചിലപ്പോൾ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഏത് ഹോസ്പിറ്റലിൽ പോകണം, ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡോക്ടർ, എവിടെയായിരിക്കും നിങ്ങൾ കുറച്ചുകൂടി കംഫർട്ടബിൾ, എന്തായിരിക്കും നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് എപ്പോഴും നിങ്ങളുടെ തന്നെ ട്രീറ്റ്മെൻറ്റ് റിക്കവറിക്ക് നല്ലതായിരിക്കും. ആദ്യം നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ വേറൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും വാല്യൂ തരുന്നത്? അതൊരു വ്യക്തിയാകാം, ചിലപ്പോൾ സ്വാതന്ത്ര്യമാകാം, ചിലപ്പോൾ നിങ്ങളുടെ ഇൻ്റലിജൻസ് ആവാം. അതെന്തോ ആയിക്കോട്ടെ, അതിനൊരു വ്യക്തത ഉണ്ടാക്കുക. രണ്ടാമതായി വിശ്വാസമുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക. ഒരു ഹെൽത്ത് കെയർ എമർജൻസി ഉണ്ടായി നിങ്ങൾക്ക് തീരെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ഒരാൾ ആരായിരിക്കും?
എന്നുള്ളത് തീരുമാനിക്കുക. അഡ്വാൻസ് ഡിറക്റ്റീവ് എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പാലിക്കാനുള്ള ലളിതമായി രേഖപ്പെടുത്തിയ ഒരു രേഖയാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ്. ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെയും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കെയറും റിക്കവറിയും ഉണ്ടാകാൻ സാധ്യത കൂട്ടുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ 90% സാഹചര്യങ്ങളിലും ആൾക്കാർ ഇങ്ങനൊരു രേഖയിൽ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തുന്നതിൽ പോലും ആൾക്കാർക്ക് വളരെയധികം വിമുഖതയുണ്ട്. കാരണം മോശം സാഹചര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ പലരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഞാനെപ്പോഴും രോഗികളോട് പറയുന്നത് ഹെൽത്ത് കെയർ പ്ലാനിങ് ഒട്ടും മോശമായ കാര്യമല്ല. മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ളവർക്കും ഫാമിലി മെമ്പേഴ്സിനും അത് ഒരു സമാധാനം കൊടുക്കുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുക, അത് എഴുതി വെക്കുക. കൂടുതൽ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ഒരു ഡോക്ടറുമായി ബന്ധപ്പെടാവുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഡിസിഷൻസ് എടുക്കുമ്പോൾ എന്തെങ്കിലും മെഡിക്കൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഡിസിഷൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടേഴ്സുമായി ബന്ധപ്പെടാവുന്നതുമാണ്. കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പരിചരിക്കാൻ ഏറ്റവും നല്ല മാർഗം അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിന് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതിന് ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ആരോഗ്യം. തിരുവനന്തപുരത്തെവിടെയും ഡോക്ടർ വീട്ടിലെത്തി ചികിത്സ നൽകുന്നു. ഫാം മെഡിക്കോ അർജന്റ് കെയർ ക്ലിനിക് 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. വിളിക്കൂ 8590255025.